നമ്മുടെ ഈ നിലമ്പൂർ ബൈ ഇലക്ഷൻ നാളെ നാളെ നടക്കുകയാണ്. ഉമ്മൻചാണ്ടി ഇല്ലാത്ത മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ നിർവഹിച്ചിട്ടുണ്ട്. അവിടെ വോട്ട് ചോദിച്ചൊക്കെ ആൾക്കാരുടെ അടുത്തൊക്കെ പോയിട്ടുണ്ട്. എന്താ ഇതേക്കുറിച്ച് പറയാനുള്ളത്? അദ്ദേഹത്തിന്റെ മകനല്ലല്ലോ അവിടെ കോൺഗ്രസിന്റെ സംസ്ഥാനത്തുടനീളമുള്ള ഘടകങ്ങൾ മൊത്തം അവിടെ ആയിരുന്നല്ലോ. ഉമ്മൻചാണ്ടിയുടെ മകൻ മാത്രമല്ല, എല്ലാവരും കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും അത് മറ്റു പാർട്ടികളുടെ എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം BJP-യുടെ ആയാലും അങ്ങനെ തന്നെ ആയിരിക്കും. ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു മണ്ഡലം മാത്രമുള്ളപ്പോൾ അവിടെ എല്ലാവരും കേന്ദ്രീകരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അതിനകത്ത് ഉമ്മൻചാണ്ടിയുടെ മകൻ വോട്ട് ചോദിച്ചല്ലോ എന്ന് ചോദിക്കുന്നതിനകത്ത് വലിയ പ്രസക്തിയൊന്നും. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ മകൻ, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനകത്ത് മറ്റൊരു രീതിയിൽ വിചാരിക്കും, ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ നാളെ കാലത്തെ ഉമ്മൻചാണ്ടിക്ക് സമാനമായിട്ടുള്ള ഒരു നേതാവാകാൻ കേരളത്തിൽ തയ്യാറാവുകയാണോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരാളാണോ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പെർഫോമൻസ് ഒരുപക്ഷെ ജനങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്. ജനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം അത്തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ അച്ഛന്റെ മാതൃക പിന്തുടരുന്നതിന് വേണ്ടി ഉള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ അത് തന്നെയാണ് നല്ലത് എന്ന് തോന്നത്തക്ക രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം ഇന്നലെ അല്ലെങ്കിൽ നിലമ്പൂരിൽ കാഴ്ചവെച്ചു. അദ്ദേഹം 30,000 വീട് കയറിയെന്നാണ് പറയുന്നത്. എനിക്ക് അതിനെപ്പറ്റി ബോധ്യമില്ല, ഞാൻ അത് വിശ്വസിക്കുന്നുമില്ല. 30,000 വീട് കയറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ പ്രവർത്തനമാണ്, ഈ പറഞ്ഞ കാര്യമാണ്. അപ്പൊ അതുപോലെ തന്നെ ഇന്നലെ ഞാൻ അദ്ദേഹത്തിന്റെ കൊട്ടിക്കലാശവും അല്ലെ മറ്റ് ചില കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ചു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സാധാരണക്കാരുടെ ഇടയിൽ അവരുടെ ഭാഗമായിട്ട് ഇരിക്കുന്നു ഒരു ഷോ ഓഫ് ഒന്നും തോന്നിയില്ല. അയാൾ അവരുടെ സാധാരണക്കാരെ ആഘോഷിക്കുമ്പോൾ ആ ആഘോഷത്തിൽ അലിഞ്ഞ് അതിന്റെ കൂടെ നിൽക്കുന്ന ഒരു നേതാവായിട്ട്, പക്ഷെ അത് എനിക്ക് ഉമ്മൻചാണ്ടി നിൽക്കുന്നത് പോലെ സാധാരണ ജനങ്ങൾക്കിടയിൽ അദ്ദേഹം നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി പരിവേഷമോ MLA പരിവേഷമോ മറ്റൊന്നുമില്ലാതെ അവന്റെ കാര്യം അയാളുടെ കാര്യമായിട്ട് കണ്ട് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു നേതാവ്, അത് വേറെ ആരോടും ഷെയർ ചെയ്യാതെ അദ്ദേഹം ഏറ്റെടുക്കുന്ന കാര്യങ്ങളുടെ ഗുണം അനുഭവിക്കുന്നവൻ അത് സ്മരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് വേറെ ആരുടെയും മുമ്പിൽ ഒരു രാഷ്ട്രീയക്കാരന്മാർ അത് മുതലെടുപ്പ് നടത്താതെ പോയിക്കൊണ്ടിരുന്ന നേതാവ്, അത് അവസാനം അദ്ദേഹം മരിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. മരിച്ചപ്പോൾ റോഡിൽ ഇറങ്ങി നിന്ന് കരയുന്ന ജനത്തിനെ അദ്ദേഹത്തിന്റെ കൂടെ, അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ശവശരീരം കൊണ്ട് കോട്ടയത്ത് ഒരു 2-3 മണിക്കൂർ കൊണ്ട് പോകേണ്ടിടത്ത് 56 മണിക്കൂർ അല്ലെങ്കിൽ 90 മണിക്കൂർ വരെ പോകേണ്ട ഒരവസ്ഥ. അപ്പം ആ രീതിയിലേക്ക് അദ്ദേഹം ചെയ്തു കൂട്ടിയ, ഒരു രാഷ്ട്രീയക്കാരൻ ചെയ്തു കൂട്ടിയുടെ നന്മയുടെ ഫലം ആരും അറിയാതിരുന്നത് ഒരുപക്ഷെ ഉമ്മൻചാണ്ടി വിട പറഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്ത ചെയ്തികളുടെ ഗുണം അനുഭവിച്ചവർ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് അറിഞ്ഞത്. അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരുപക്ഷെ വളരെ കുറച്ച് കൊച്ചുനാൾ ഉമ്മൻചാണ്ടിയെ കാണുന്നുണ്ടാവും, അദ്ദേഹത്തിന്റെ വീട്ടിൽ വരുന്ന ജനബാഹുല്യം കാണുന്നുണ്ടാവും, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനകത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തെ പറ്റി ബോധ്യപ്പെടുന്നുണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനകത്ത് അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യത്തെ പറ്റി, കഴിവിനെ പറ്റി ബോധ്യപ്പെടുന്നുണ്ടാവും. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ, ഈ ചാണ്ടി ഉമ്മന്റെ അച്ഛൻ, ഇത്തരത്തിൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് അറിയുന്നതിന് വേണ്ടി ചാണ്ടി ഉമ്മൻ കഴിഞ്ഞത് അല്ലെങ്കിൽ സാധിച്ചത്, ഉമ്മൻചാണ്ടിയുടെ തലയ്ക്കൽ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വരെ ചെന്നപ്പോൾ ഒരു കൊല്ലം അല്ലെങ്കിൽ ഈ പറയുന്ന 50-60 കൊല്ലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയവന്റെ ഒരു പരിചയം ആ ഒരു തലയ്ക്കൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇദ്ദേഹത്തെ അതിനുശേഷം ഇദ്ദേഹം ഇലക്ഷനിൽ നിന്നു, അദ്ദേഹത്തിന്റെ അച്ഛന്റെ സ്ഥാനത്ത് അദ്ദേഹം ജയിക്കുന്നു, അദ്ദേഹം വളരെ ഉൾവലിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ. അപ്പൊ എനിക്ക് ആ രാഷ്ട്രീയക്കാരനോട് പുച്ഛം തോന്നി. കാരണം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരാൾ, നാളെ കാലത്തെ വിവിധ മാധ്യമങ്ങളും മറ്റ് എല്ലാവരും ഉമ്മൻചാണ്ടിയുടെ മകനെ ആ പ്രതീക്ഷയിൽ കാണുമ്പോൾ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനകത്ത് നിന്ന് ഉൾവലിഞ്ഞു പോകുന്ന ഒരവസ്ഥ. ബാക്കി ചിലർ യൂത്ത് കോൺഗ്രസിന്റെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും മറ്റു പലരും ഒക്കെ കേരള രാഷ്ട്രീയം നിയന്ത്രിക്കുന്ന അവരാണെന്ന് രീതിയിൽ, അല്ലെങ്കിൽ അതിനകത്ത് കൃത്യമായ ഒരു ഇടപെടിയിൽ ഉണ്ടാക്കി അവസാനം വളയത്തിൽ കൂടെ ചാടി വളയില്ലാതെ ചാടുന്ന ഒരവസ്ഥ. കഴിഞ്ഞ ദിവസം റോഡിൽ കൂടെ വന്നപ്പോൾ സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥന്റെ അടുത്ത് നിന്നെ ഞാൻ അടുത്ത ഭരണം വരുമ്പോൾ കാണിച്ച് തരാമെന്ന് പറയുന്ന ഊച്ചാളി രാഷ്ട്രീയക്കാരന്റെ നിലവാരത്തിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്, ഒരു പക്ഷേ ഈ കേരളം നാളെ കാലത്തെ വലിപ്പത്തിൽ ഉറ്റുനോക്കിയിരുന്ന ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന MP ഒക്കെ മാറിയപ്പോൾ ഇതല്ല രാഷ്ട്രീയം, എന്റെ അച്ഛൻ കാണിച്ചു തന്ന ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ ജനത്തിനെയും ആൾക്കാരെയും ഡീൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള രീതിയിലേക്ക് ഒരു ട്രയൽ
അല്ലെങ്കിൽ ഒരു ട്രെയിലർ ഇന്നലെ നിലമ്പൂരിൽ ചാണ്ടി ഉമ്മൻ നടത്തിയിട്ടുണ്ട്. അത് വളരെ കൃത്യമായിട്ട് ഒരുപക്ഷെ അച്ഛൻ എങ്ങനെയായിരുന്നു രാഷ്ട്രീയം കളിച്ചത് അത് തന്നെ പിന്തുടരുന്നതിന് വേണ്ടി ഉള്ള ഒരു തയ്യാറെടുപ്പായിട്ട് നമുക്ക് കാണേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ആൾ കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും കോൺഗ്രസിന് പ്രതീക്ഷയായിട്ട് ജനം അംഗീകരിക്കുന്ന, ജനം ഏറ്റെടുക്കുന്ന ഒരു വലിയ ജനനേതാവായിട്ട് വെളിയിൽ വരും. കാരണം അത് വളരെ ഉമ്മൻചാണ്ടി വന്നതിനെക്കാട്ടി വളരെ എളുപ്പത്തിൽ സാധിക്കും. കാരണം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആൾ എത്രത്തോളം നന്ദിയുള്ളവൻ ആളായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള സ്പർശനം ഏൽക്കാത്തവർ അറിഞ്ഞത് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ്. അപ്പം അദ്ദേഹത്തിന്റെ മകൻ അത് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇപ്പൊ കോൺഗ്രസിലെ ഉമ്മൻചാണ്ടി എന്ന ഒരു വൻമരമാണ് അദ്ദേഹം പോയി അദ്ദേഹത്തിന്റെ മകന്റെ പ്രേരണത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇവിടെ പിണറായി വിജയനെ പോലെയുള്ള വലിയ നേതാക്കന്മാർ ഒരല്പം പോലും മനുഷ്യപ്പറ്റ് കാണിക്കില്ല. ആ സ്ഥാനത്ത് അവർ അന്ന് ഉമ്മൻചാണ്ടിയെ കണ്ടതല്ലേ, എന്നിട്ട് അവർക്കൊരു മാറ്റവും ഉണ്ടായില്ല. അയ്യപ്പദാസ് പിണറായി വിജയൻ എടുത്ത് അയ്യപ്പദാസ് പിണറായി വിജയൻ എടുത്ത് പോയിട്ടുണ്ടോ? ഒഫീഷ്യലായ പല കാര്യങ്ങൾക്കും പോയിട്ടുണ്ട്. അപ്പൊ ആ കാര്യത്തിനകത്തെല്ലാം അദ്ദേഹത്തിന് അകത്ത് കാണാൻ പോലും സമ്മതിച്ചിട്ടില്ല. അത് കേൾക്കാം, അത് കേട്ടോ, അതോടെ ഞാൻ പറയാം. അപ്പൊ യാതൊരു കാര്യവും കാരണവും ഇല്ലാതെ നിങ്ങളുടെ ഒഫീഷ്യലായിട്ട് നിങ്ങൾക്ക് ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ കിട്ടേണ്ട ആനുകൂല്യങ്ങളൊന്നും പിണറായി വിജയൻ എന്ന് പറയുന്ന ആളുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല. വളരെ മോശമായിട്ടുള്ള രീതിയിലേക്ക് പ്രതികരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ടാണ് അയ്യപ്പദാസിന് ബോധ്യപ്പെട്ടത്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥയില്ല. ഞാൻ പിണറായി വിജയൻ എടുത്ത് പോയിട്ടുണ്ട്, എനിക്ക് അങ്ങനെ ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥയില്ല. അപ്പൊ ഇതിനകത്ത് അത്തരത്തിൽ തുലനം ചെയ്യേണ്ട കാര്യമില്ല. ഓരോരുത്തർക്കും ഓരോ മുഖമുണ്ട്, മനസ്സിലായില്ലേ? പിന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ ഇവിടുത്തെ മാധ്യമങ്ങൾ എടുത്തു കാണിക്കുന്നത് പോലെയും അല്ലെങ്കിൽ മാധ്യമങ്ങൾ വരച്ചു കാണിക്കുന്നത് പോലെയും സാധാരണക്കാരനിടയിൽ പ്രാപ്തമല്ലാത്തതും ഗോപ്യമല്ലാത്തതും അല്ലെങ്കിൽ സാധാരണക്കാരന് പ്രയോജനപ്രദമല്ലാത്തതും ഒന്നും ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കാനും അല്ലെങ്കിൽ ഉമ്മ കൊടുക്കാനും ഗോഷ്ഠികൾ കൂടുതൽ കാണിക്കാനും ഒക്കെ നിൽക്കുന്ന ഒരു നേതാവൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെതായ ഒരു രീതിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ മാധ്യമ സൃഷ്ടി പോലെയുള്ള ഒരു വലിയ വലിപ്പത്തിലുള്ള ആളൊന്നും അല്ല, വളരെ സിമ്പിൾ ആണ്. പിന്നെ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞാൽ അദ്ദേഹം മുഖത്ത് നോക്കി പറയും. നിലപാടുകൾ എടുത്താൽ ആ നിലപാടുകൾക്കകത്ത് ഉറച്ചു നിൽക്കും. ആരും പൊളിഞ്ഞു വരുന്നെന്ന് പറഞ്ഞാലും നരേന്ദ്രമോദിയുടെ ഒക്കെ ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ നിലപാടാണ് ശരിയെന്ന് അദ്ദേഹം തെളിയിച്ചുകൊണ്ട് വരും. അപ്പം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആൾ പിണറായി വിജയനെ തുലനം ചെയ്യാൻ പറ്റത്തില്ല. പിണറായി വിജയൻ എന്തും സഹിക്കുന്ന ആളൊന്നും അല്ല. അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം ആരോടോ മുഖത്ത് നോക്കിയും അത് ശരിയല്ല എന്ന് പറയും. ഉമ്മൻചാണ്ടി അങ്ങനെയല്ല, അത്തരത്തിൽ പറയത്തില്ല. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അത് ശരിയാണോ എന്ന് മാന്യമായിട്ടുള്ള രീതിയിൽ പരിശോധിക്കാൻ പറ്റും. ഞാനീ പറഞ്ഞത് ജനത്തിന്റെ ഇടയ്ക്ക് പ്രാപ്തനായിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന് ഇനി വേണ്ട രീതിയിലുള്ള ജനപ്രതിനിധികളെ പ്രതീക്ഷിക്കുന്ന പറഞ്ഞാൽ കളയ കരുണാകരനും അല്ലെ ഉമ്മൻചാണ്ടി കെ ആന്റണിയെ പോലുള്ള നേതാക്കന്മാരെ പ്രതീക്ഷിക്കുമ്പോൾ അത്തരത്തിലുള്ള നേതാക്കന്മാരല്ല ഈ പറയുന്ന കോൺഗ്രസിന് വരുന്നത്. അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഷാഫി പറമ്പിലോ അതേതര മുസ്ലിം പയ്യനാണെങ്കിലും മതേതരത്വം എല്ലാ ആൾക്കാരും ഉൾക്കൊള്ളുന്ന ഒരു നേതാവായിട്ടോ അല്ലെങ്കിൽ മാക്കൂട്ടത്തിനോ ഒക്കെ ചില കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ കൊണ്ട് ജനത്തിന്റെ അംഗീകാരം കിട്ടാത്തപ്പോൾ ആ ഒരു പ്രതീക്ഷയിലേക്ക് വീണ്ടും ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ഉമ്മൻചാണ്ടിയുടെ മകൻ വരുന്നു എന്നുള്ള കാര്യം ആണ് കഴിഞ്ഞ ദിവസത്തെ നിലമ്പൂർ ഇലക്ഷനിൽ നിന്ന് മനസ്സിലാവുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ ചെയ്തു വെച്ച കാര്യങ്ങൾ അതേ പരിധി പകർത്തി പോകുന്ന ഒരു നേതാവായിരിക്കും എന്നാണ്. അതുകൊണ്ട് മാധ്യമങ്ങൾ കൂടി മാധ്യമ ശ്രദ്ധ ആകർഷിക്കാൻ വരാത്തത് കൊണ്ട് അല്ലെങ്കിൽ അതിന് താല്പര്യമില്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ നമ്മൾ കേരളം മൊത്തം അത് അറിയുന്നുണ്ടാവുന്നില്ല. ഏതായാലും ഇന്നലെ നിലമ്പൂരിലെ സാധാരണക്കാരന്റെ ഇടയിൽ നിന്ന ഉമ്മൻചാണ്ടിയുടെ മകൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി ഇതൊക്കെ ഉമ്മൻചാണ്ടിയെ ഓർമ്മിപ്പിക്കുന്നതാണ്. അപ്പൊ ആ രീതിയിൽ പോവുകയാണെങ്കിൽ നാളെ കാലത്തെ കേരളത്തിലെ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നല്ല അല്ലെങ്കിൽ നല്ല രാഷ്ട്രീയക്കാരെ സ്നേഹിക്കുന്ന നല്ല പൊതുപ്രവർത്തകരെ സ്നേഹിക്കുന്ന ഉമ്മൻചാണ്ടിയെ അദ്ദേഹത്തിന്റെ മകനിലൂടെ കാണാൻ ശ്രമിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. അത്തരത്തിൽ ആയിത്തീരട്ടെ, അത്തരത്തിലൊരു നല്ല നേതാവാകട്ടെ ചാണ്ടി ഉമ്മൻ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ വരുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ അത്തരത്തിൽ തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു ചർച്ച ഇന്ന് വെച്ചത്. അപ്പൊ അയ്യപ്പദാസിന്റെ ഒരു സങ്കടമുണ്ട്. പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് ആൾക്കാർക്ക് മോശമായിട്ടും അയ്യപ്പൻ ദാസിന്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയെങ്കിൽ അദ്ദേഹവും തിരുത്തട്ടെ.
അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് അത്തരത്തിലാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് നിർത്താം.